ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് മാത്യൂസ് വർഗീസ് ജൂനിയർ, അൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ് USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വതാവിൻ്റെ ബലഹീനത ഞങ്ങളുടെ തിരുസനിലേക്ക് കടന്നു വരുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ രാത്രി ഞങ്ങൾ ഹൃദ്യമായിട്ട് സംസാരം ഞങ്ങൾ വഴി നടത്തണമേ. അവിടുത്തെ നാമം മോഹത്തപ്പെടുവാൻ തക്കുള്ള സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളെ നീ പരിപാലിക്കണമേ. അവിടുത്തെ നാമം അവരുടെ മോഹത്തപ്പെടുവാൻ സഹായിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് 7 അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണ്. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കോവിഡിൻ്റെ ഭയങ്കരമായിട്ടുള്ള വ്യാപനം ലോകത്തെല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഊഴം എത്രമാത്രം ഭീകരമാണെന്ന് ആർക്കും പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ മുൻപോട്ട് പോവുകയാണ്. അനൗദ്യോഗികമായി ഏതാണ്ട് 1,98,00,000 പേരാണ് ഈ COVID-19 ആഘാതത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും വാക്സിൻസ് നൽകി ഇതിനെ നിയന്ത്രിക്കുവാൻ പരിശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു നിയന്ത്രണത്തിന് വിധേയമാകാത്ത അവസ്ഥയിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ തലങ്ങളിലും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലാണെങ്കിലും ഇതിൻ്റെ വ്യാപനം അനുദിനം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് വ്യാപിക്കുന്നത് തീർച്ചയായിട്ടും വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടിനെ നയിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഏറ്റവും അധികം കണ്ണുനീരോടെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് പടരുമ്പോൾ അതൊരു ദേശത്താണ് പടരുന്നത്. അവിടെ ജാതിയും മതമൊന്നുമില്ല. ആ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഇതിൻ്റെ വ്യാപനം തടയുവാൻ നിത്യമായി നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്കിതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് അവശേഷിക്കുന്നു. കാരണം കഴിഞ്ഞ 10-15 മാസമായിട്ട് ലോകത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള കഴിവുകളും പ്രയോഗിച്ചിട്ടും ഇതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഈ വർഷത്തിൻ്റെ ആദ്യം വാക്സിൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രതിരോധമാകും എന്ന് കരുതി. പക്ഷേ അവിടെയും പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ഏക ആശ്രയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിഷയത്തിന് വേണ്ടി മുട്ടയപ്പായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കോവിഡ് മേഖലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ പ്രത്യേകിച്ച് കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർക്കാം. നഴ്സസുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. അവിടെയൊക്കെയും രോഗം വല്ലാതെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അവരെയൊക്കെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ജനനായകന്മാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ എന്ന് വേണ്ട നാനാ തലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് പ്രതിരോധമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കോവിഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനജീവിതം നിശ്ചലമാകുവാൻ തക്കവണ്ണം ഒരു ലോക്ക്ഡൗണോ മറ്റോ ഇനിയും സാധ്യമല്ലാത്ത അവസ്ഥയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ഇടപെട്ട് ഇതിന് അറുതി വരുത്തുവാൻ തക്കമുള്ള വഴികൾ തുറന്നു തരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കോവിഡ് രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം ശാരീരികമായ ക്ലേശങ്ങളാണ് ഈ കോവിഡ് രോഗം വരുത്തി വെക്കുന്നത്. മാത്രമല്ല ഇത് നിമിത്തം ഭാവിയിലും പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആഘാതം ഏൽപ്പിക്കാതെ പോവുകയില്ല എന്നുള്ള ഒരു ഭീതിയും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് കോവിഡ് രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
ആശുപത്രിയിലായിരിക്കുന്നവരും ഭവനത്തിലായിരിക്കുന്നവരും ഒക്കെയും സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാധാരണഗതിയിൽ ഭവനങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഗുരുതരമാകുമ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അപ്രകാരം ഗുരുതരമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെയധികം വേദന സഹിക്കുന്ന ഒരു വലിയ വിഭാഗം രോഗികളാണ് ക്യാൻസർ രോഗികൾ. അവർക്ക് തക്കതായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറ്റ് ശാരീരികമായ ബലഹീനതകൾ നിമിത്തം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടെ രോഗങ്ങൾ അവരനുഭവിക്കുന്ന വേദനകൾ വളരെ വലുതാണ്. അതുകൊണ്ട് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവർ പ്രയാസമുണ്ടെ സമീപിക്കുന്നത്. രോഗികളായിട്ട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം അവരെ സ്പർശിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും എല്ലാം സൗഖ്യമായിട്ടുണ്ട്. ഈ വലിയ കെടുതിയുടെ നടുവിൽ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അറിയിച്ചിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ലോകത്തെമ്പാടുമുള്ള എല്ലാ രോഗികളെ ഓർക്കാം. പക്ഷേ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ സമീപിച്ചിരിക്കുന്ന ഒരു കൊച്ചു സമൂഹമുണ്ട്. നാനാ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിവില്ലാതെ കടക്കണികളിലായിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഗ്രാഫ് കൂടുകയാണ്. പുതിയ ജോലികൾ ലഭിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് ജോലിക്കായിട്ട് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ ജോലികൾ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പഴയതിൽ തുടരുവാനും കഴിയാത്ത അവസ്ഥയിൽ അനേക സഹോദരങ്ങളായിരിക്കുന്നു. ശമ്പളം വെട്ടിക്കുറച്ച അവസ്ഥയിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥയിലൊക്കെയും വളരെ കഷ്ടതകൾ സഹിക്കുന്ന ഒരു വലിയ കൂട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ സഹോദരങ്ങളെ കർത്താവ് പരിപാലിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ തകർച്ച ഉണ്ടായി കഴിയുമ്പോഴാണ് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു വിദേശ രാജ്യത്ത് ഏതോ നട്ടം തിരിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെയൊക്കെയും കർത്താവ് അവരെ പരിപാലിക്കുന്നതിനായിട്ടും അവിടെ നിലനിർത്തുന്നതിനായിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇപ്രകാരം മുൻപോട്ട് അധികം നാൾ കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഈ കോവിഡിൻ്റേതായിട്ടുള്ള ഭയാനകമായ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ തിരിച്ച് സ്കൂളുകളിലേക്ക് വിടുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് മടക്കി അയക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വീട്ടിലിരുന്ന് മാസങ്ങളായിട്ട്, ഒരു വർഷത്തിലേറെയായി കമ്പ്യൂട്ടർ മുന്നിൽ നിന്നുള്ള പഠിത്ത നിമിത്തം അനേക പൊടിക്കുഞ്ഞുങ്ങൾ പോലും ആകെ തകർന്നിരിക്കുകയാണ്. കാരണം മറ്റു കുഞ്ഞുങ്ങളുമായി കളിക്കുവാനോ പോകുവാനോ സംസാരിക്കുവാനോ കഴിയില്ലാതെ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറുമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ എല്ലാവിധമായ വികസനങ്ങളും തടസ്സപ്പെടും. സ്കൂളിലേക്ക് അയക്കുവാനും സാധ്യമല്ല, കാരണം കോവിഡിൻ്റെ വ്യാപനം. അപ്പോൾ കോവിഡിനൊരു അറുതി വരാതെ ഇതൊന്നും നമുക്ക് സാധ്യമാവുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരുപാട് ദമ്പതികൾ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വർഷം കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ നൽകുവാൻ പ്രസാദിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കാതെ മുൻപോട്ട് പോകുന്ന അനേക സഹോദരങ്ങളുണ്ട്. ദൈവമാണ് അനുയോജ്യമായ തുണയെ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരും അതിലുണ്ട്, പ്രായം കൂടിപ്പോയവരുണ്ട്. ഇവരെല്ലാം കർത്താവ് അറിയുന്നു. അനുയോജ്യമായ തുണയെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് സഹോദരങ്ങൾക്ക് അനുയോജ്യമായ തുണയെ കണ്ടെത്തുവാനും അവർക്ക് മുൻപോട്ട് ഒരു കുടുംബജീവൻ നയിക്കുവാനുള്ള വഴികൾ തുറക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് +2 മുതൽ മേപ്പോട്ട് PSC പരീക്ഷകൾ വരെ ഇങ്ങനെ മുൻപോട്ട് നടക്കുന്ന അവസ്ഥയിലാണ്. ഏത് പരീക്ഷകളായിരുന്നാലും ശരി, അവിടെയൊക്കെയും കർത്താവിൻ്റെ കരം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് രുചിച്ചറിയുവാൻ തക്കവണ്ണം
ഇവിടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങൾ കൊണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് തീർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സർവവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊരു പോംവഴി പറയുവാൻ നമുക്ക് സാധ്യമല്ല. കടഭാരങ്ങളുടെ നീണ്ട കണക്കുകൾ പറയുമ്പോൾ നമുക്കാരെയും പ്രത്യേകമായിട്ട് സഹായിക്കാൻ സാധ്യമല്ല. എന്നാൽ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അത്യത്ഭുതകരമായ മറുപടി നൽകുന്ന സർവേശ്വരനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധ ജീവിത ഭാരങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. കുടുംബ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. കർത്താവ് അവിടെയൊക്കെയും പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അനേകമായ തലങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ട് നമ്മെ സമീപിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് അവർക്കെല്ലാം ആശ്വാസവും വിടുതലും സമാധാനവും നൽകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വേർഡ് വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേകായിരങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും സമാധാനവും സൗഖ്യവും പകരുവാൻ തക്കവണ്ണം ദൈവം കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ചാനൽ അനേക രാജ്യങ്ങളിൽ അനേകർ ഇനിയും കാണുവാൻ ഇതിൻ്റേതായിട്ടുള്ള പ്രേക്ഷകരായി കർത്താവിൻ്റെ സമാധാനവും സാന്ത്വനവും അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ചാനലിലൂടെ അനേകർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ വന്ന ഒരു കുടുംബം അവർ വിദേശ രാജ്യത്ത് നിന്നാണ്. നമ്മുടെ ചാനലിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ മ്യൂസിയം കാണുവാനായിട്ട് അവർ കടന്നു. അപ്പോൾ കർത്താവിൻ്റെ അതിമഹത്തായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ അനേകർക്ക് കടന്നു വരുവാനും ആശ്വാസം പ്രാപിപ്പാനും സമാധാനം പ്രാപിക്കാനും കർത്താവ് മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചുകൂട്ടമുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിലയിന എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ട് ഈ ശുശ്രൂഷ നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിലയിന എന്നെ ബലപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മാസം 30 മുതൽ, അതായത് ഏപ്രിൽ മാസം 30 വെള്ളിയാഴ്ച 4 മണി മുതൽ മെയ് മാസം 1 വൈകിട്ട് 4 മണി വരെ നമ്മുടെ അന്താരാഷ്ട്ര ഏകദിന ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥനയിലേക്ക് സ്വയം ഒരുക്കുവാനും അതിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മുടെ മുൻപിലുള്ള എല്ലാ കൽമതിലുകളെയും ഇടിച്ചു കളഞ്ഞ് മുന്നേറുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന അനേക സഹോദരങ്ങളുടെ സങ്കടങ്ങൾ കർത്താവ് കാണുവാനും ഉപവാസ പ്രാർത്ഥന വന്ന് പങ്കെടുത്ത് ദൈവം അത്ഭുതകരമായ വാതിൽ തുറക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ ഉപവാസമാണെന്നും പറഞ്ഞ് കടന്നു വന്ന് അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് 2 നേരം പട്ടിണിയിരിക്കുന്നതല്ല ഉപവാസ പ്രാർത്ഥന. തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് അത് മുൻപോട്ട് പോകേണ്ടുന്ന ഒരു വലിയ ആവശ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. വർഷത്തിൻ്റെ 4 മാസം കഴിഞ്ഞു പോയി, 1/3 കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ശിഷ്ടമുള്ള സമയത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പുതിയ ദർശനത്തോടും പുതിയ സമർപ്പണത്തോടും പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കപ്പെട്ട ശക്തിയോടും മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഉപവാസത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ആദ്യോടന്തം പങ്കെടുക്കുവാൻ തക്കവണ്ണം എല്ലാവരും പരിശ്രമിക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഉപവാസന അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ വഴികളും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സുവിശേഷ ശുശ്രൂഷ
അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ വലിയേറെ സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കോവിഡ് മഹാമാരി മൂലം കർത്താവെ വീണ്ടും ലോകം പരിഭ്രാന്തിയിലായിരിക്കുന്നു. പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ, രോഗവ്യാപനത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കർത്താവെ പ്രയാസപ്പെടുന്ന ഭരണകൂടങ്ങൾ, ഇവയുടെ നടുവിലൊക്കെയും കർത്താവ് തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാക്സിൻസ് ഫലപ്രദമായി തീരുവാൻ സഹായിക്കണമേ. അത് കർത്താവ് ലക്ഷോപലക്ഷങ്ങൾക്ക് അതിശീഘ്രം എത്തിക്കാനുള്ള വഴികൾ തുറക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. നാനാവിധമായ വ്യാധികളാലും രോഗങ്ങളാലും കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആശ്വാസം തേടുന്ന എല്ലാ ആത്മാക്കളെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആശ്വാസദായനായ കർത്താവ് ശാരീരികമായി ക്ലേശിച്ച് രോഗബാധിതരായിട്ട് നിലവിളിക്കുന്ന ഓരോരുത്തർക്കും ആശ്വാസവും പ്രത്യാശയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടഭാരങ്ങളാൽ വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശമ്പളം ലഭിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, വാതിലുകൾ തുറക്കണമേ, മുൻപോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ എന്നെ അത് ഏറ്റെടുക്കണമേ കർത്താവേ. അവരുടെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടയാതനകൾ അങ്ങ് കേൾക്കണമേ. വിവാഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന യൗവനക്കാരുണ്ട്. നീ അവരോട് കരുണ ചെയ്യണമേ. അനുയോജ്യമായ തുണയെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങളിലേക്ക് ഇനി ഇത് കത്തിപ്പടരുവാൻ തക്കൊണ്ടു പ്രവർത്തിക്കണമേ. അവിടുത്തെ സാന്ത്വനവും സമാധാനവും അനേകായിരങ്ങൾ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം എളിയ ശുശ്രൂഷയെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾക്ക് അതിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും അവിടുത്തെ കൃപയാൽ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മയപ്പാൻ തക്കവണ്ണം സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകുന്ന അനേക സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ശുശ്രൂഷകളിലും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിലരെങ്കിലും എന്നെ വിളിച്ച് പറയാറുണ്ട്. ചിലർ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ജയാപജയങ്ങൾ മനസ്സിലാക്കുന്നത് പ്രവർത്തനങ്ങൾ കൊണ്ട് നാം എന്താണ് നേടുന്നത് എന്നാശ്രയിച്ചാണ്. ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള അനുഭവമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള ശക്തി പ്രാപിക്കാതെ നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും നേടുവാനോ ഒന്നും പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. നിങ്ങളിവിടെ കാത്തിരിക്കണം, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതാണ് പിതാവിൻ്റെ വാഗ്ദത്തം. അപ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികളായിട്ട് യെരുശലേമിലും യഹൂദയിലൊക്കെയും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും പോകുമെന്നാണ് കർത്താവിനോട് കൽപ്പിച്ചത്. ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നതും ഫലപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് അനേകർ ഇറങ്ങിത്തിരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇറങ്ങിത്തിരിക്കും. പക്ഷേ കാലം മുൻപോട്ട് പോകുമ്പോഴേക്കും
അവർ പ്രാപിച്ച കൃപകളിൽ നിന്ന് അവർ വീണു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫലങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളായിട്ട് അത് തീരുകയാണ്. സ്വന്തം ബുദ്ധിയിലും സ്വന്തം യുക്തിയിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് സ്വയം അഭിമാനിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് മാത്രമേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയൂ. കർത്താവിന് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മെ മനസ്സിലാക്കി നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും ആ ശബ്ദം കേൾക്കുവാനോ അനുസരിക്കുവാനോ നമുക്ക് കഴിയാറില്ല. നാം പരിശുദ്ധാത്മ നിറവിൽ ആരംഭിക്കും. അല്പം കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ള ചിന്തയിൽ നാം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നാം ചിന്തിക്കാറില്ല. നാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മ നിറവിലാണോ എന്ന് നാം ചിന്തിക്കാറില്ല. നമ്മുടേതായിട്ടുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നാം പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. തന്നിമിത്തം ദൈവത്തിങ്കിലേക്ക് ആരെയെങ്കിലും നേടിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് അനേക സഹോദരങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഞാൻ ഒരു ചെറിയ സംഭവം ഓർക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഒരു ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും നവദമ്പതികളാണ്. രണ്ടുപേർക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വളരെയധികം ആഗ്രഹമായിരുന്നു. വിവാഹമെല്ലാം കഴിഞ്ഞ് കർത്താവ് അവരെ അനുയോജ്യമായ രാജ്യത്തേക്ക് അയക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞ യെരുശലേമിൽ പോയി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടനിൽ നിന്ന് യെരുശലേമിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, യെരുശലേമിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു സാവകാശമില്ല. അനേക രാജ്യങ്ങളിലെ തീർത്ഥാടകരാണ് അവിടെ വരുന്നത്. എങ്കിലും അവർ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു. രണ്ടുപേരും യെരുശലേമിൽ ചെന്നു, ഒരു വീട് വാടകയ്ക്കെടുത്തു. എന്നിട്ട് അവർ കണ്ടുമുട്ടുന്ന തീർത്ഥാടകരോടും എല്ലാവരോടും കർത്താവിനെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവർ താമസിക്കുന്ന വീട്ടിൽ അതിൻ്റെ മുകളിൽ ആ മേൽക്കൂരയിൽ ഒരു പ്രാവ് വന്ന് ഇരിക്കുന്നവർ ശ്രദ്ധിച്ചു. ചില സന്ദർഭങ്ങളിൽ ആ പ്രാവ് പറന്നു പോകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പുരയുടെ മേൽക്കൂരയിൽ ഒരു പ്രാവ് വന്നിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ പറന്നു പോകുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴാണത് പറന്നു പോകുന്നത്? നാം തമ്മിൽ പ്രയാസങ്ങളും ഭിന്നതകളും ഉണ്ടാകുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നാം മടിക്കുമ്പോൾ, പല കാര്യങ്ങൾ പറഞ്ഞ് നാം കർത്താവിൻ്റെ ശുശ്രൂഷ മാറ്റിവെക്കുമ്പോൾ ഈ പ്രാവ് പറന്നു പോകും. അപ്പോൾ ഭർത്താവ് പറഞ്ഞ്, ഇങ്ങനെ നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ പറന്നു പോകുന്ന പ്രാവ് ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതിനെന്താണ് ചെയ്യാൻ കഴിയുന്നത്? രണ്ട് കാര്യങ്ങളാണ് മുൻപിലുള്ളത്. ഒന്ന്, നാം പ്രാവിൻ്റെ വഴി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ പ്രാവ് നമ്മുടെ വഴി തിരഞ്ഞെടുക്കണം. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവ സ്വഭാവത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ പ്രാവ് ഇവിടെ വസിക്കും. അതല്ല, ഇപ്രകാരം ഉദാസീനതയോടെയും സ്വാർത്ഥ താല്പര്യങ്ങളോടെയുമുള്ള കലഹങ്ങളുമൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഭംഗം വരുത്തിയാൽ പ്രാവിന് അതൊരിക്കലും കൂട്ടു നിൽക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവർത്തിക്കുവാനുള്ളതിൻ്റെ പ്രതീകമായിരുന്നു ആ പ്രാവ്. അവർ അപ്രകാരം തീരുമാനിച്ചു, അങ്ങനെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പ്രവർത്തിക്കണം. അവിടെ നമ്മുടെ ശക്തിക്കോ ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളത്
ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യത്തിൽ പരിശുദ്ധാത്മാവിനെ സമ്പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് തൻ്റെ യോഗ്യതകളൊന്നും അതിന് തടസ്സമാകുവാൻ അനുവദിക്കാതെ പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. വളരെയധികം യോഗ്യതകളുള്ളൊരു മനുഷ്യനാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്, എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ, മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അതിനേക്കാൾ അധികം കഴിയും. എനിക്ക് അതിനേക്കാൾ അധികം കഴിയും. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ വംശക്കാരൻ, ഇസ്രായേൽ വംശക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, തീഷ്ണത നിമിത്തം സഭയെ പീഡിപ്പിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് കുറ്റമറ്റവൻ. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ക്രിസ്തുവിനു വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അനേക യോഗ്യതകളാണുള്ളത്. പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ യോഗ്യതകളെല്ലാം മാറ്റിവെക്കുകയാണ്. ദമസ്കസിലേക്ക് പോകുന്ന വഴിയിൽ അവന് പിടിക്കപ്പെട്ടു. ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അവൻ തിരിച്ച് യെരുശലേമിലേക്ക് പോയില്ല. കർത്താവിൻ്റെ വിളി കേട്ടുകൊണ്ട് അവൻ 3 രാവും 3 പകലും ഉപവസിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യനായ അനന്യാസിനെ അയച്ച് അവനെ സ്നാനപ്പെടുത്തി അവന് പരിശുദ്ധാത്മാ നിറവ് പ്രാപിക്കുകയാണ്. അതിൽ പിന്നെ അവൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് അവൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, അഗാധമായ ജ്ഞാനമുണ്ട്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. പക്ഷേ അവൻ്റെ ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ ആശ്രയിക്കാതെ അതൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് സമ്പൂർണമായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് പോകുന്നത്. അനേക സുവിശേഷ യാത്രകൾ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു. സിറിയ കിലിക്യ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം പൗലോസ് പുറപ്പെടുകയാണ്. ശീലാസിനെയും ചേർത്തുകൊണ്ട് അനേക ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും എണ്ണത്തിൽ ദിനംപ്രതി വർദ്ധിക്കുകയും ചെയ്തു. പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സഭകൾ ശക്തിപ്പെട്ടു. അനേക സഭകൾ ദിവസം തോറും ഉണ്ടാകുന്ന അതിമഹത്തായ ഒരു പ്രവർത്തനത്തിലേക്കാണ് കർത്താവ് നയിച്ചത്. What we were thinking was how Saint Paul was completely obedient to the guidance of the Spirit. Many a time we heed to the call of the Almighty Lord and start acting for the Lord. But as days go by, we depend on our intellect and logic, and we try to do the work of the gospel. When we start, we have got a lot of strength in the Holy Spirit. But as days go by, many don't bother to listen to the guidance of the Holy Spirit. They do the work of God in their own ways without listening to the guidance of the Holy Spirit.
because they believe that they have the ability and they have qualifications to do that work without any advice from the Holy Spirit. They don't bother to think whether it pleases the Almighty God. They can work all right. They have the right to work in any way they want, but they don't examine whether it is pleasing the Almighty God. And we find in such circumstances the great example of St. Paul, who was a scholar, who learned at the feet of Gamaliel. We find him completely obeying the Holy Spirit in his missionary journeys and in everything. Though he was learned, though he had many qualifications, he never depended on them. He was always listening to the Holy Spirit. So we find him going to different countries and working for the Almighty God. And it was his desire to visit more and more places and preach the gospel. And he was going. But in Acts chapter 16, verses 6 and 7, we find a different situation. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം അനേക രാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന പൗലോസിനുണ്ടായ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. കാരണം അവരിങ്ങനെ അടുത്തടുത്ത ദേശങ്ങളിലേക്ക് പോയി വചനം പ്രസംഗിക്കുകയാണ്. പക്ഷേ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കുകയാണ്. അതുകൊണ്ട് ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ചു. ലുസ്യയിലെത്തി മിഥുനിലേക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവരെ ഗലാത്യ ദേശത്തൂടെ വന്നു. എന്നിട്ട് മിഥുനിലേക്ക് പോകുവാൻ ശ്രമിച്ചു. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. We find 2 times. When he came to, with plans, when he came down, he wanted to go to Asia, but the Holy Spirit stopped him, told him not to go. So he was traveling in a different route through the Galatian lands to go to Bithynia. And we find the Spirit of Christ stopping him and telling him not to go. Well, that was really a different experience for St. Paul. He wanted to do the work of God all right. But here we find the intervention of the Holy Spirit, stopping him from going to those places. He obeyed it completely. He had started many churches. Every day he was making churches. And in that spree, he wanted to go to these lands. But the Holy Spirit stopped him. The Spirit of Christ stopped him. And then what happens? And he's having a vision there. Chapter 16, verse 8 and 9. അവർ മ്യൂസിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അപ്പോൾ പൗലോസ് അവിടെ ആയിരുന്നപ്പോൾ ഒരു ദർശനം കാണുകയാണ്. മക്കദോന്യക്കാരനെ ഒരു പുരുഷൻ വന്ന് അവിടേക്ക് കടന്നു വന്ന് സഹായിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ മക്കദോന്യയിൽ ചെയ്യുവാനാണ് അപ്രകാരം ഒരു ദർശനമുണ്ടായെന്ന് പൗലോസിന് മനസ്സിലായി. അതിനെക്കുറിച്ച് യാതൊന്നും മറിച്ച് ചോദിക്കാതെ പൗലോസും ശീലാസും
അത് അനുസരിക്കുകയാണ്. അവർ കപ്പൽ കയറി മക്കെദോന്യയ്ക്ക് പോവുകയാണ്. അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നു, ആരെയും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പരിചയക്കാരില്ല, താമസിക്കാൻ സൗകര്യമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ നിർദ്ദേശം മക്കതിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസും ശീലാസും യാത്ര ആ സ്ഥലത്തേക്ക് നീട്ടുകയാണ്. എന്താണ് സംഭവിച്ചത്? ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി. അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പോൾ അവരെത്തി. എന്നിട്ട് പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് കരുതി അന്വേഷിച്ചു പോയി. യഹൂദന്മാരാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ളവരെങ്ങാനും കൂട്ടം കൂടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പള്ളി ഉണ്ടാവുമെന്നൊക്കെ കരുതി ഇവർ അന്വേഷിച്ച് പോവുകയാണ്. ഒന്നും കണ്ടില്ല. പുഴവക്കിലിരിക്കുമ്പോൾ കുറച്ച് സ്ത്രീകളെ കണ്ടുമുറ്റി. അവരോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ്. ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള ഉപദേശമനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് അവർ വരുന്ന സ്ഥലത്ത് അവർക്ക് പാർക്കുവാൻ സ്ഥലമില്ല. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. സമ്പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആ പുഴവക്കിൽ യാദൃശ്ചികമായിട്ട് ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടുമുട്ടി അവരോട് പൗലോസ് സുവിശേഷം പറയുന്നത്. 14-ാം വാക്യം വായിക്കുമ്പോൾ, തുയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ അത് കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. So this is what was happening. Paul and Silas, they heard the call. Paul actually obeyed the call, the Macedonian call. He had the vision of a person asking him to come to Macedonia. And both of them, they traveled by ship and reached the place. They don't know anybody there. And as they came to the shores, they were looking out for some synagogue or some meeting place of the Jews. And there they find a group of ladies, group of women, and Saint Paul speaks to them about Jesus Christ. There was a rich lady by name of Lydia, and we find that the Lord had opened her heart. The Lord had a definite plan for Paul and Silas. പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും ഒരു വ്യക്തമായ പ്ലാനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള പരിപൂർണമായ അനുസരണത്തിൽ അവൻ അവിടെ കടന്നു വന്നപ്പോൾ കർത്താവാണ് അവളുടെ ഹൃദയം തുറക്കുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ്, അതിൻ്റെ 15-ാം വാക്യത്തിൽ, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് കരുതുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവിൻ എന്നപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. യാതൊരു പ്ലാനുമില്ലാതെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ, ബിഥിന്യയിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് അനുസരിച്ച്, ആസയിലേക്ക് പോകരുതെന്ന് പറഞ്ഞനുസരിച്ച് അവരുടെ യാത്രയുടെ ഗതികളെല്ലാം മാറ്റിവിട്ട് ഇവിടെ വരുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് ഒരു വാസസ്ഥലം ഒരുക്കുകയാണ്. ധനികയായ ലുദിയ എന്ന സ്ത്രീ തൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ അവർക്കായി തുറക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലിയതാണെന്ന് നാം മനസ്സിലാക്കണം. നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിട്ടാലും അതിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. പൗലോസ് ലുദിയയുടെ വീട്ടിൽ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുകയാണ്. എന്നാൽ
ദൈവത്തിൻ്റെ വേല ഒരു വ്യക്തി ചെയ്തു തുടങ്ങുമ്പോൾ, ഒരു സ്ഥലത്ത് ചെയ്തു തുടങ്ങുമ്പോൾ പിശാച് അടങ്ങിയിരിക്കുകയില്ല. അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെ അവൾ വളരെ നാളുകൾ ചെയ്തു വന്നു. ഇത് അസഹ്യമായപ്പോൾ പൗലോസ് അവൾക്ക് നേരെ തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവളെ വിട്ടുപോകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അത് അവളെ വിട്ടുപോയി. പൗലോസ്ലിയ അവിടെ വന്ന് ലുദിയയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുമ്പോഴൊക്കെയും ഒരു അടിമപ്പെണ്ണ്, ഭൂതബാധിതയായ ഒരു അടിമപ്പെണ്ണ്, അവളുടെ യജമാനന്മാർക്ക് ലക്ഷണം പറഞ്ഞ് ഭാവി പ്രവചിച്ച് കാശ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണാണ്. എന്നിട്ട് അവൾ വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ തന്നെ എന്ന് വിളിച്ചു പറയുകയാണ്. എല്ലാ ദിവസവും വിളിച്ചു പറയുകയാണ്. ഇത് അസഹ്യമായപ്പോൾ പൗലോസ് ആ ശക്തിയെ ശാസിച്ച് അവളെ സ്വതന്ത്രയാക്കി. അപ്പോൾ അവളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിലച്ചു. ഇപ്പോൾ അടിമയാണ്. ഇവളിങ്ങനെ ലക്ഷണം പറഞ്ഞ് ലഭിക്കുന്ന പണം ആ യജമാനന്മാർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് പൗലോസിനോട് ഭയങ്കര ദേഷ്യമായി. സോ ആസ് Paul was staying in Lydia's house and working for the gospel, there was a slave girl was a slave who used to follow them and say, listen to these men of God, they are servants of the Almighty God. Many days went by and every day she would come after them and say this. Finally, we find Paul rebuking that spirit. It's an evil spirit. And this girl brought a lot of money for the masters by predicting the futures of the people who came to them. Now, Saint Paul, he rebukes the spirit, and the spirit went away. The income of her masters stopped. They were angry with Paul. ഈ ദേശത്തെ കലക്കുവാൻ ഇവർ വന്നിരിക്കുന്നു, പുതിയ ഉപദേശം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പൗലോസിനെ പിടിക്കുകയാണ്. 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി, ജനക്കൂട്ടത്തെ അവരെ ഇളക്കുകയാണ്. അവരിളകി, എന്നിട്ട് അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. അതെ, അവരുടെ വസ്ത്രം പറിച്ച് ഉരിഞ്ഞു. വടികൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. ഇവർ സ്വാധീനമുള്ളവരായിരുന്നു. എന്നിട്ട് വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അവരെ ധാരാളം അടുപ്പിച്ചു. അത് കഴിഞ്ഞ് അവരെ കാരാഗ്രഹത്തിൽ കാലുകൾ ആമത്തിലിട്ട് പൂട്ടുവാൻ കൽപ്പിച്ചു. അവരെ ധാരാളം അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ ശ്രദ്ധയോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവന് ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. അപ്പോൾ ഏറ്റവും അപകടകാരികളായ വ്യക്തികളാണ്. അതുകൊണ്ട് അവരെ ഏറ്റവും അകത്ത് ബന്ധവസുള്ള കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നത്. കാലുകൾ ആമത്തിലിട്ടു, കാരണം നിൽക്കേ പറ്റുകയുള്ളൂ. ഓടിപ്പോകാതിരിക്കുവാനായിട്ട് ഈ അടികൊണ്ട അവശ്യരായ പൗലോസിനെയും ശീലാസിനെയും വീണ്ടും അവിടെ തൂക്കി കിടക്കുകയാണ്. കാലുകൾ ആമത്തിലാണ്, അനങ്ങുവാൻ സാധ്യമല്ല. മർദ്ദനം കൊണ്ട് ദേഹമെല്ലാം അതിവേദനയായിരിക്കും, നമുക്കത് ഊഹിക്കുവാൻ കഴിയും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കാരാഗ്രഹ പ്രമാണി അവന് ലഭിച്ച ഉത്തരവ് അനുസരിച്ച്
അപ്രകാരം ചെയ്തു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാട്ടുപാടി പ്രാർത്ഥിക്കുകയാണ്. 25-ാം വാക്യം വായിക്കുമ്പോൾ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കാലിൽ രണ്ടും ആമത്തിലാണ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ആ വേദനിക്കുന്ന അവസ്ഥയിൽ, അതിവേദനയിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. തടവുകാർ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ പാട്ടുകൾ, ഇവരുടെ പ്രാർത്ഥനകളൊക്കെയും ആ കാരാഗ്രഹത്തിൽ മുഴങ്ങുമ്പോൾ മറ്റൊരു വലിയ സംഭവം ഇവിടെ ഉണ്ടായി. പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഒരാളുടെ അല്ല, പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല, ആ കാരാഗ്രഹത്തിലുള്ള എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ സ്വതന്ത്രരായി. കാരാഗ്രഹ പ്രമാണിത് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു. കാരണം ഇവരെല്ലാം രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. വലിയ ഭൂകമ്പമാണ്. അവർ ഭയപ്പെട്ടു. അപ്പോൾ പൗലോസ് അവരോട് വിളിച്ചു പറയുകയാണ്. അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. This is what happened. Paul rebukes that evil spirit from that slave and frees her from that spirit. So she stopped giving predictions of soothsaying. The masters were very angry. They put Paul and Silas into the prison, put them in stocks, beat them horribly. But we find Paul and Silas singing aloud, praising God and praying. As they praised God and prayed aloud, the foundations of the prison shook, and all the chains fell away from them. Not only theirs, but all the inmates of the prison. And when the jailer saw this, he wanted to commit suicide because he thought everybody had escaped. St. Paul tells them, don't do any harm to yourself. We are all here, we are not run away. He comes to them trembling. What should I do to be saved? നീ നിനക്ക് ആപത്തൊന്നും വരുത്തി വെക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ കാരാഗ്രഹ പ്രമാണി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. വിറച്ചുകൊണ്ട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറയുന്നു 31-ാം വാക്യത്തിൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. രക്ഷ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? അവന് മനസ്സിലായി, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ. തന്നെ രക്ഷിക്കുവാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, what should I do to be saved? രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? Believe in Jesus Christ and you and your family would be saved. ആ രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണ്. അവനും അവൻ്റെ ഭവനവും രക്ഷിക്കപ്പെടുകയാണ്. വായിച്ചാട്ടെ അടുത്ത വാക്യം. അവൻ രാത്രിയിൽ ആ സമയത്ത് തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അവനും തനിക്കുള്ള എല്ലാവരും താമസം കൂടാതെ സ്നാനമേറ്റു. ആ രാത്രി നടക്കുന്ന കാര്യമാണ്. അടികൊണ്ട് ദേഹത്ത് മുറിപ്പാടുകളുണ്ട്, അതെല്ലാം വെച്ച് കെട്ടി പൗലോസ് ആ രാത്രി അവരോട് പ്രസംഗിക്കുകയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്.
എന്നിട്ട് ആ രാത്രിയിൽ തന്നെ ആ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. We find the jailer accepting Jesus Christ that night. He washed the wounds of sin, Paul, took him to his house, and we find he and his household completely getting baptized, accepting Jesus Christ as their Savior. താൻ അസ്യയിലേക്ക് പുറപ്പെട്ടിരുന്നു പറഞ്ഞപ്പോൾ, ബിഥുന്യയിലേക്ക് പുറപ്പെട്ടിരുന്നു പറഞ്ഞപ്പോൾ, മക്ദനിൽ നിന്ന് ഒരു പുരുഷൻ തന്നെ വിളിക്കുന്നു എന്ന ദർശനം കണ്ടപ്പോൾ പൗലോസിന് ഒരിക്കലും ഇങ്ങനെ ഒരു പരിണാമം പ്രതീക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അടികൊള്ളുമ്പോഴും ദേഹം മുറിവേൽക്കുമ്പോഴും കാരാഗ്രഹത്തിൽ ആമത്തിൽ കിടക്കുമ്പോഴും കർത്താവേ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് പൗലോസ് ചോദിച്ചില്ല. ഇവിടെ ഇതാണ് അനുഭവമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. മക്കെദോന്യയിലേക്ക് പോകുവാൻ മാത്രമാണ് കൽപ്പിച്ചത്. Jesus had never warned him about the consequences of being his testimony in Macedonia. Just told him, gave him a vision. And we find that none of these things were told to Paul. The great sufferings, his body was completely battered. If it was for me and you, we would have complained. Jesus, why do you send us here to get all these beatings? But we find Paul and Silas, they were praising God amidst this great agony, against this great pain, suffering. They were praising God. And we find the Almighty God shaking the foundations of the prison, breaking the fetters of the prison. And God had a purpose. The jailer himself being baptized, not only himself, but his entire household. അവൻ്റെ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ട യേശുവിനോട് ചേരുവാൻ തക്കവണ്ണം അവിടെ മുഖാന്തരമൊരുക്കുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. ആ കാരാഗ്രഹ പ്രമാണി തൻ്റെ മുൻപിലുണ്ട അനുഭവങ്ങൾ നിമിത്തം യേശുക്രിസ്തുവിനെ കണ്ടെത്തി രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തു മാത്രമാണ് ആധാരമെന്ന് മനസ്സിലാക്കി അവൻ തീരുമാനിച്ചു. അവൻ ഈ 2 തടവുകാരെയും കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവരെ മുറിവുകൾ വെച്ച് കെട്ടി കർത്താവിൻ്റെ സുവിശേഷം പൗലോസ് അവരോട് പ്രസംഗിക്കുന്നു. ആ ഭവനം മുഴുവൻ സ്നാനപ്പെടുവാൻ മുഖാന്തരമായത് ഈ കാരാഗ്രഹ പ്രമാണിയുടെ പ്രവർത്തനമാണ്. ഓരോ ഗൃഹനായകന്മാർക്കും തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഒരു വലിയ ചുമതലയുണ്ട്. പലപ്പോഴും കുടുംബനായകന്മാർ എടുക്കുന്ന തെറ്റായ തീരുമാനം അവരുടെ തലമുറകളെ കൂടെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയാണ് സംജാതമാക്കുന്നത്. ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണി തൻ്റെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, പൗലോസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ട് ഭവനത്തിൽ വന്ന് ആ കുടുംബത്തെ മുഴുവൻ യേശുക്രിസ്തുവിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുകയാണ്. We find the head of the family has a great responsibility to save the family and bring them to Jesus Christ. It was the jailer who brought his entire family to Jesus Christ. He accepted Jesus Christ and brought Paul and Silas to his home. And we find that the entire family is baptized and they're all with the Lord. Many a time, many families are shattered and crushed because the head of the family
they have no vision to accept Jesus Christ. This jailer is a great example of how one can save his family. ഒരു കുടുംബനായകന് എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയുമെന്നതിൻ്റെ അതിമഹത്തായ ഉദാഹരണമാണ് നാം ഈ കാരാഗ്രഹ പ്രമാണിയിൽ കാണുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കതിനുവണ്ണം മുഖാന്തരം ഒരുക്കപ്പെട്ടത്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹം പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ചതുകൊണ്ടാണ്. അസയിലേക്ക് പോകാതെ, ബിഥുന്യയിലേക്ക് പോകാതെ, മക്കദോന്യൻ വിളി കേട്ടുകൊണ്ട് അവിടേക്ക് ഇറങ്ങിത്തിരിച്ചു. ലുദിയയുടെ ഭവനത്തെ പരിപൂർണമായിട്ട് യേശുവിലേക്ക് ആദായപ്പെടുത്തി. കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെ പരിപൂർണമായിട്ട് യേശുവിന് വേണ്ടി നേടി. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ആത്മീയ യാത്രയിൽ നാം മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ്റെ സാക്ഷികളായിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവർത്തിക്കണം. അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, പലപ്പോഴും അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്പാൽപമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരെയും നേടുവാൻ കഴിയാത്ത അവസ്ഥയിൽ, അങ്ങയ്ക്ക് വേണ്ടി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ഞങ്ങളുടെ ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ശൂന്യമായി പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങയുടെ ശബ്ദം കേട്ടു. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് അസയിലേക്ക് പോകാതെ, യേശുവിൻ്റെ ശബ്ദം കേട്ട് ബിഥുന്യയിലേക്ക് പോകാതെ, മക്കദോന്യയിൽ നിന്നുള്ള ആ കർത്താവ് വിളി കേട്ടനുസരിച്ച് അവൻ വന്ന നിമിത്തം അവിടെ വലിയൊരു ശുശ്രൂഷ ആരംഭിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. ലുദിയെയും അവളുടെ കുടുംബത്തെയും അങ്ങേക്ക് വേണ്ടി നേടുവാൻ കഴിഞ്ഞു. അവനുവേണ്ടി കാത്തിരുന്നത് കഷ്ടവും ശാരീരിക പീഡനവുമാണെങ്കിൽ അതിൻ്റെ നടുവിലോട് അത്ഭുതം പ്രവർത്തിച്ച് കാരാഗ്രഹ പ്രമാണിയെയും അവൻ്റെ കുടുംബത്തെയും പരിപൂർണമായിട്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മനെ അനുസരിച്ച് അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കോണം ഈ വചനം കേട്ട ഓരോരുത്തരെയും ഒന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അതിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മോത്ത് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് മാത്യൂസ് വർഗീസ് ജൂനിയർ, എൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ് USA.